ഇനി നമ്മുടെ ഇന്ത്യയെ പിടിച്ചാൽ കിട്ടില്ല. കണ്ണും തള്ളിക്കൊണ്ട് ചൈനക്കാരൻ വരെ നിൽക്കുകയാണ്. അതെ, GDP-യിലെ തളർച്ച കണ്ട് സന്തോഷിച്ചവർക്കുള്ള അടുത്ത തകർപ്പൻ മറുപടിയായിരുന്നു ഇതിനെല്ലാം കാരണം. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന സുവർണ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ രാജ്യം. GDP-യിൽ തളർച്ച അനുഭവപ്പെട്ടിട്ടും ഇതെങ്ങനെയെന്നല്ലേ നിങ്ങളുടെ സംശയം? അതിനുള്ള ഉത്തരം തരാം. അതുപോലെ തന്നെ ജപ്പാനെ പിന്നിലാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ ഈ വിജയ രഹസ്യവും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. റിസർവ് ബാങ്കിന്റെ കണക്കുകൂട്ടലുകൾ പോലും തെറ്റിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ GDP വളർച്ച ഏറ്റവും കുത്തനെ ഇടിഞ്ഞു താണിട്ടും നമ്മുടെ രാജ്യം ലോകത്തിന് മുമ്പിൽ തലയെടുപ്പോടെ തന്നെയാണ് നിലയുറപ്പിക്കുന്നത്. അതായത് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് നടപ്പ് വർഷത്തെ, അതായത് 2024-25 രണ്ടാം പാദമായ ജൂലൈ സെപ്റ്റംബറിൽ 5.4% കൂപ്പുകുത്തിയത്. കഴിഞ്ഞ 7 ത്രൈമാസങ്ങൾക്കിടയിലെ, ത്രൈമാസങ്ങൾ എന്നാൽ 21 മാസങ്ങൾ എന്നാണ്, എന്തായാലും ഏറ്റവും മോശം വളർച്ചയാണിതെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. 8.1% മുൻ വർഷത്തെ സമാന പാദത്തിൽ വളർച്ച അനുഭവപ്പെട്ടത്. 2022-23 ഒക്ടോബർ-ഡിസംബർ പാദത്തിൽ 4.3% രേഖപ്പെടുത്തിയ ശേഷം കുറിക്കുന്ന ഏറ്റവും താഴ്ന്ന വളർച്ചയാണ് കഴിഞ്ഞ പാദത്തിലേത്. ഇനി നമ്മൾ ഇതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, നഗരങ്ങളിൽ ഉപഭോക്തൃ ചെലവഴിക്കലുകൾ ഇടിഞ്ഞതും മധ്യവർഗ കുടുംബങ്ങൾ നേരിട്ട സാമ്പത്തിക ഞെരുക്കവും GDP വളർച്ചയെ താഴ്ത്തി എന്നാണ് വിലയിരുത്തലുകൾ. റിസർവ് ബാങ്കിൻ്റെതടക്കം പ്രവചനങ്ങൾ പാടെ പാളുന്ന കാഴ്ചയും കഴിഞ്ഞ പാദത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യ 7% വളരുമെന്നായിരുന്നു റിസർവ് ബാങ്കിൻ്റെ പ്രതീക്ഷ. നേരത്തെ 7.2% വളരുമെന്ന് റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പിന്നീടത് 7%-ലേക്ക് താഴ്ത്തുകയായിരുന്നു. SBI റിസർച്ച് പ്രകാരം 6.5%, റോയിട്ടേഴ്സിൻ്റേത് 6.5%, റേറ്റിംഗ് ഏജൻസിയായ ഇക്രയുടേത് 6.6%, JP മോർഗൻ 6.3% മുതൽ 6.5% വരെ എന്നിങ്ങനെയും വളർച്ച അനുമാനിച്ചിരുന്നുവെങ്കിലും അതിനേക്കാൾ താഴ്ചയിലേക്ക് വളർച്ചാ നിരക്ക് നീങ്ങിയത് സാമ്പത്തിക വിദഗ്ധരെ പോലും നല്ല രീതിയിൽ അമ്പരപ്പിച്ചിട്ടുണ്ട്. 44.10 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ പാദ GDP മൂല്യം. അതായത് മുൻ വർഷത്തെ സമാന പാദത്തിലെ 41.86 ലക്ഷം കോടി രൂപയേക്കാൾ 5.4% വളർന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ-ജൂണിൽ മൂല്യം 43.64 ലക്ഷം കോടി രൂപയായിരുന്നു. അതേസമയം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇതിലൊന്നും കുലുങ്ങേണ്ട കാര്യവുമില്ല എന്ന് തന്നെ പറയാം. അതായത് GDP-യിലെ ഈ ഒരു തളർച്ച കൊണ്ട് നമ്മുടെ രാജ്യം തളർന്നിട്ടില്ല. കുറച്ചുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ, ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം ഇന്ത്യ കഴിഞ്ഞ പാദത്തിലും നിലനിർത്തിയിരിക്കുകയാണ്. വിശദീകരിക്കാം. GDP വളർച്ച നിരക്ക് നടപ്പ് വർഷം ജൂലൈ-സെപ്റ്റംബർ പാദത്തിൽ കഴിഞ്ഞ 7 ത്രൈമാസങ്ങൾക്കിടയിലെ ഏറ്റവും താഴ്ചയായ 5.4%-ലേക്ക് ഇടിഞ്ഞിട്ടും ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടം നിലനിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. കഴിഞ്ഞ ഏതാനും പാദങ്ങളായി, അതായത് ത്രൈമാസങ്ങളായി ഇന്ത്യ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നതും. രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തെ ഇന്ത്യയുടെ ബുദ്ധവൈരിയും ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയുമായ ചൈനയ്ക്ക് 4.6% വളരാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 18 ത്രൈമാസങ്ങൾക്കിടയിലെ ഏറ്റവും മോശം വളർച്ചയുമാണിത്. 5% വളരുമെന്നായിരുന്നു ചൈനീസ് സർക്കാരിൻ്റെ പ്രതീക്ഷ. ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ US-ൻ്റെത് 2.8% വളർച്ച മാത്രമാണുള്ളത്. UK 0.1%-വും ജപ്പാൻ 0.3%-വും ജർമ്മനി 0.1%-വും റഷ്യ ആകട്ടെ 3.2%-വും ഫ്രാൻസ് ആകട്ടെ 0.4%-വും ഇന്തോനേഷ്യ 4.95%-വും സൗദി അറേബ്യ 2.8% എന്നിങ്ങനെയുമാണ് വളർന്നത്. ഇന്ത്യ ജൂലൈ-സെപ്റ്റംബറിൽ 7% വളരുമെന്നായിരുന്നു റിസർവ് ബാങ്കിൻ്റെ അനുമാനം. വളർച്ച കുറയുമെങ്കിലും 6.2%-ന് താഴേക്ക് അത് പോകില്ലെന്നായിരുന്നു ഒട്ടുമിക്ക റേറ്റിംഗ് ധനകാര്യ ഏജൻസികളും പ്രവചിച്ചിരുന്നത്. എന്നാൽ വളർച്ചാ നിരക്ക് ആ പ്രവചനങ്ങളെയെല്ലാം മറികടന്ന് കൂടുതൽ താഴുകയായിരുന്നു. മാനുഫാക്ചറിംഗ്, മൈനിങ് മേഖലകളുടെ തളർച്ചയാണ് കഴിഞ്ഞ പാദത്തിൽ തിരിച്ചടിയായത്. അതേസമയം കാർഷിക മേഖല വളർച്ച മെച്ചപ്പെടുത്തിയത് നേരിയ ആശ്വാസവുമായി. അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിൽ ജപ്പാൻ എന്ന ലോകശക്തികളിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യത്തെ പിന്തള്ളുന്ന നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചും നമ്മൾ കൂടുതൽ അറിയണ്ടേ? അതായത് സുസ്ഥിരമായ രീതിയിലുള്ള വളർച്ചയാണ് ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന പ്രതീക്ഷകളിലേക്ക് നയിച്ചത്. 2025-ൽ തന്നെ ഇത് സംഭവിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF പ്രവചിക്കുന്നുണ്ട്. ജപ്പാന്റെ
$4.31 ട്രില്യൺ താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പം ഇന്ന് $4.34 ട്രില്യൺ ആയിരിക്കുമെന്ന് അന്താരാഷ്ട്ര ബോഡി കണക്കാക്കുന്നുണ്ട്. അത്തരമൊരു നേട്ടത്തിന് കാരണമായേക്കാവുന്ന 5 ഘടകങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ ഇനി പോകുന്നത്. ആദ്യത്തേത് എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ സർക്കാർ നിക്ഷേപങ്ങളാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യൻ സർക്കാർ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് അടിസ്ഥാന സൗകര്യ വികസനത്തിനും പൊതുനിക്ഷേപത്തിനും മുൻഗണന നൽകി. നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ, ആത്മനിർഭർ ഭാരത് ക്യാമ്പയിൻ തുടങ്ങിയ സംരംഭങ്ങൾ ഗതാഗതം, ഊർജം, ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ ഗണ്യമായ നിക്ഷേപമാണ് ആകർഷിച്ചത്. അതിനോടൊപ്പം തന്നെ അവർ ആഭ്യന്തര ഡിമാൻഡും വ്യവസായങ്ങളും ഉയർത്തി. അടുത്തത് ഇന്ത്യയെ അനുകൂലിക്കുന്ന ഭൗമരാഷ്ട്രീയ ഷിഫ്റ്റുകളാണ്. ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ, പ്രത്യേകിച്ചും ചൈന ഉൾപ്പെട്ടിരിക്കുന്നത് ബഹുരാഷ്ട്ര കുത്തകകളെ അവരുടെ വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാൻ പ്രേരിപ്പിച്ചു. ഈ ചൈന +1 സ്ട്രാറ്റജിക്ക് കീഴിൽ ഇന്ത്യ അനുകൂലമായ ഒരു ബദലായി ഉയർന്നു വന്നു. രാഷ്ട്രീയ സ്ഥിരതയും ഒരു വലിയ വൈദഗ്ധ്യവുമുള്ള തൊഴിൽ ശക്തിയും വാഗ്ദാനം ചെയ്യുന്നു. നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ഈ മാറ്റം കാരണവുമായി. അതുപോലെ തന്നെ അടുത്തതിലേക്ക് പോകുമ്പോൾ ആഗോള നിക്ഷേപങ്ങളുടെ ആകർഷണമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വിപണികൾ ആഗോള നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷകമായിരിക്കുന്നു. ഓഹരി വിപണിയിൽ ഗണ്യമായ വളർച്ചയും വിദേശ നിക്ഷേപകരുടെ ഒഴുക്കും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ JP മോർഗൻ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് ഉൾപ്പെടെയുള്ള ആഗോള സൂചികകളിൽ ഇന്ത്യൻ ഗവൺമെന്റ് ബോണ്ടുകൾ ഉൾപ്പെടുത്തുന്നത് മൂലധന ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും ധനക്കമ്മി കുറയ്ക്കുകയും സാമ്പത്തിക വിപുലീകരണത്തിന് കാരണമാവുകയും ചെയ്തു. അടുത്തത് അനുകൂലമായ ജനസംഖ്യാ ശാസ്ത്രമാണ്. സാമ്പത്തിക ഉൽപാദനക്ഷമതയെയും ഉപഭോക്തൃ ആവശ്യത്തെയും പിന്തുണയ്ക്കുന്ന വർദ്ധിച്ചു വരുന്ന തൊഴിൽ സേനയ്ക്കൊപ്പം ഇന്ത്യയിലെ യുവജനങ്ങൾ ജനസംഖ്യാപരമായ ലാഭവിഹിതം നൽകുന്നുണ്ട്. സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തുന്ന ജപ്പാനിലെ പ്രായമാകുന്ന ജനസംഖ്യയുമായി ഇത് വ്യത്യസ്തവുമാണ്. അടുത്തത് ആഭ്യന്തര ഡിമാൻഡ് അടിസ്ഥാനമാക്കിയുള്ള വളർച്ചയാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ഡിമാൻഡിന്റെ ശക്തി അതിന്റെ ഉയർന്ന വളർച്ചാ പാതയിൽ നിർണായകമാണ്. 2024 ജൂണിൽ ഇന്ത്യയുടെ നാമമാത്രമായ GDPയുടെ 60.4% സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത്, അഥവാ PFCE. മുൻ പാദത്തിലെ 57.9% നിന്ന് ഇത് ഉയർന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ശക്തമായ ആഭ്യന്തര ഡിമാൻഡ് കാണുന്നത് ഇനിയും തുടരാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ വർഷങ്ങളിലെയും നിലവിലെയും GDP വളർച്ചയെ കൂടി ഒന്ന് മൊത്തത്തിൽ വിശകലനം ചെയ്യാം. 2023-24 ഒന്നാം പാദത്തിൽ, അഥവാ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ 8.2% വളർന്നിരുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബറിൽ ഇത് 8.1%, ഒക്ടോബർ മുതൽ ഡിസംബറിൽ 8.6% എന്നിങ്ങനെയും വളർന്നു. ആ വർഷം ജനുവരി മാർച്ച് പാദം മുതൽ പക്ഷേ വളർച്ച താഴേക്കായി പോയി. നടപ്പ് വർഷം ഏപ്രിൽ മുതൽ ജൂണിൽ 6.7%. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ മൂലധന ചെലവ് കുറഞ്ഞതും രാജ്യത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായതും ജൂൺ പാദ GDP വളർച്ചയെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ വെല്ലുവിളികൾ സെപ്റ്റംബർ പാദത്തിലും വിട്ടൊഴിഞ്ഞിട്ടില്ലെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. നടപ്പ് വർഷത്തെ ആദ്യ പകുതിയിലെ GDP വളർച്ചാ നിരക്ക് മുൻ വർഷത്തെ സമാന കാലത്തെ 8% നിന്ന് 6.2% ഇടിഞ്ഞെന്നും സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷത്തെ രണ്ടാം പാതിയിലെ, അതായത് ഒക്ടോബർ മാർച്ച് എന്ന സമയത്തെ വളർച്ച 6.5% ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ മാനുഫാക്ചറിംഗ് മേഖലയുടെ വളർച്ച 14.3% നിന്ന് 2.2% ഇടിഞ്ഞതാണ് കഴിഞ്ഞ പാദത്തിൽ GDP വളർച്ച കൂപ്പുകുത്താനുള്ള മുഖ്യ കാരണം. ഖനന മേഖലയുടെ വളർച്ച 11.1% നിന്ന് -0.1% ഇടിഞ്ഞത് തിരിച്ചടിയായിട്ടുമുണ്ട്. വൈദ്യുതി, കുടിവെള്ളം, ഗ്യാസ് തുടങ്ങിയ സേവന മേഖലകളുടെ വളർച്ച 10.5 നിന്ന് 3.3%, നിർമ്മാണ മേഖലയുടെ വളർച്ച 13.6 നിന്ന് 7.7% കുറഞ്ഞതും വലച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ തൊഴിൽ മേഖലയുടെ മുഖ്യ പങ്ക് വഹിക്കുന്ന കാർഷിക രംഗം 1.7 നിന്ന് 3.5% വളർച്ച മെച്ചപ്പെടുത്തിയെന്നത് നേട്ടവുമാണ്. വ്യാപാരം, ഹോട്ടൽ, ഗതാഗതം, കമ്മ്യൂണിക്കേഷൻസ്, ബ്രോഡ്കാസ്റ്റിംഗ് എന്നിവ ഉൾപ്പെടുന്ന വിഭാഗം 4.5 നിന്ന് 6%, ധനകാര്യം, റിയൽ എസ്റ്റേറ്റ്, പ്രൊഫഷണൽ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിഭാഗം
6.2 നിന്ന് 6.5%, പൊതുഭരണം, പ്രതിരോധം എന്നിവ ഉൾപ്പെടുന്ന വിഭാഗം 7.7 നിന്ന് 9.2% വളർച്ച മെച്ചപ്പെടുത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ GDP വളർച്ച കൂടുതൽ ഇടിയുമായിരുന്നു. എന്തായാലും ഇന്ത്യ ഇനിയും കുതിച്ചു മുന്നേറും, അതിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. നമുക്കതൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഈ സുവർണ്ണ നേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.